പശ്ചിമ ബംഗാളിൽ നിന്ന് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം വൈകുന്നേരത്തോടെ 70% മുകളിലേക്ക് വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. മമതയുടെ ഹിറ്റ്ലർ ഭരണത്തിന് അറുതി വരുത്താൻ തന്നെയാണ് ഇപ്പോൾ ബംഗാളിലെ ജനങ്ങൾ ഒന്നടക്കം തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്ന് പറയേണ്ടി വരുന്നു. അതിന്റെ ഭാഗമായി തന്നെ അമിത്ഷാ പശ്ചിമ ബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. കൂടാതെ സുരക്ഷയ്ക്കായി 2500ഓളം കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് പശ്ചിമ ബംഗാളിൽ നിയോഗിച്ചിട്ടുള്ളത്. കാരണം ഒരു തരത്തിലും ഈ വോട്ടെടുപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടി കർശനമായ ഒരു സുരക്ഷാ പരിശോധനയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ബംഗാളിൽ നരേന്ദ്രമോദി വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് BJP അധികാരത്തിൽ വന്നാൽ ബംഗാളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി 10 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗാളിൽ സ്ത്രീകൾക്കും പെൺമക്കൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവർ ശിക്ഷിക്കപ്പെടും. ഓരോ ബ്ലോക്കിലും വനിതാ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്നും വൻതോതിൽ വനിതകളെ പോലീസ് സേനയിലേക്ക് നിയമിക്കുമെന്നും മോദി ഒരു ഗ്യാരണ്ടി നൽകിയിരിക്കുകയാണ്. കൃഷ്ണനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP അധികാരത്തിലെത്തിയാൽ ഒരു വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 36,000 രൂപ കൈമാറുമെന്നും പെൺകുട്ടികളുടെ ബിരുദ പഠനത്തിന് 50,000 രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഗർഭിണികൾക്ക് 21,000 രൂപയും കുട്ടികളുടെ പോഷകാഹാരത്തിനായി 36,000 രൂപയും അധികമായി നൽകും. സുകന്യ സമൃദ്ധി യോജന വഴി പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുമെന്നും മുദ്ര പദ്ധതി പ്രകാരം സ്വയം തൊഴിലിനായി 20 ലക്ഷം രൂപ വരെ വായ്പ നൽകും. ലക്ഷക്കണക്കിന് സ്ത്രീകളെ ലക്ഷപതി ദീദിമാരാക്കി മാറ്റുമെന്നും PM ആവാസ് യോജന പ്രകാരമുള്ള വീടുകൾ സ്ത്രീകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുമെന്നും മോദി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ട വോട്ടെടുപ്പിന് മുമ്പ് നൽകിയ 6 ഗ്യാരണ്ടികളും പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. തൃണമൂലിന്റെ ഭയത്തിന്റെ ഭരണത്തിന് പകരം വിശ്വാസത്തിന്റെ ഭരണം കൊണ്ടുവരുമെന്നും അഴിമതിയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും സംബന്ധിച്ച എല്ലാ ഫയലുകളും വീണ്ടും തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അഴിമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്ര ഉന്നതരായാലും അവർ ജയിലിലാകും. നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ല. കൂടാതെ BJP അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും 7ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 29-നാണ് ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ്. മെയ് 4-ന് വോട്ടെണ്ണും. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ പല തരത്തിലുള്ള നീക്കങ്ങൾ തൃണമൂൽ കോൺഗ്രസ് പയറ്റുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. എന്നാൽ ഇതിനെയെല്ലാം അർദ്ധസൈനിക വിഭാഗവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും അടിച്ചമർത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ഒരു ചെറിയ രീതിയിലൊരു ബോംബ് ആക്രമണമൊക്കെ നടന്നു. കൂടാതെ തൃണമൂൽ നേതാക്കൾ ഈ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അവരുടെ വീടുകളിലും അവരുടെ പരിസരങ്ങളിലൊക്കെ ആയുധം കൊണ്ട് റോന്തു ചുറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിനെയെല്ലാം അർദ്ധസൈനിക വിഭാഗം അടിച്ചമർത്തി ജനങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് അവരെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോയി വോട്ടിടുന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത്.